നമ്മുടെ ബിനോയ് വിശ്വം ഒരു പ്രസ്താവന നടത്തി. UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പവർ കട്ടും കൂടെ കൊണ്ടുവന്നു. UDF സർക്കാർ എന്ന് പറയുന്നത് ഇരുട്ടാണെന്നും LDF സർക്കാർ വെളിച്ചമാണെന്നുള്ള രീതിയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് CPM CPI കുറച്ച് ഇഷ്യൂസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാള് CPM കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് പെട്ടെന്ന് CPI ബിനോയ് വിശ്വം ഇപ്പോൾ UDF കുറ്റം പറഞ്ഞു വരികയാണ്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ബിനോയ് കുറെ ദിവസം ഉപനേതാവ് സ്ഥാനം അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ ആ ഒരു വലിയ ചുടുകാട്ടിലെ സ്മാരകം ഇതിനെല്ലാം ശേഷം ആഞ്ഞടിച്ചിരിക്കുകയാണ് ആർക്കെതിരെ, സംസ്ഥാന സർക്കാരിനെതിരെ. നമ്മുടെ നാട് മുഴുവൻ ഇരുട്ടിലാണ്, അല്ലെങ്കിൽ വൈദ്യുതി മുടക്കം പതിവാണ്, ഈ ഒരു ജനങ്ങൾക്ക് ഈ ഒരു വൈദ്യുതി മുടക്കം കാരണം ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇദ്ദേഹത്തിനോട് ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം എന്തായി സഖാവേ എന്ന് ചോദിച്ചാൽ ആകെ ഉണ്ടാട്ടമില്ലാത്തൊരവസ്ഥയാണ്. അല്ലെങ്കിൽ പറയും ഞങ്ങൾ ഈ ഒരു ആവശ്യത്തിൽ നിന്ന് പിന്മാറില്ല, ശക്തമായി ഇതിനെതിരെ നേരിടും, അല്ലെങ്കിൽ CPM-നെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കും എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിലപാട് എന്താണെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെയുള്ള ഒരു പാർട്ടി സെക്രട്ടറിയാണ് പറയുന്നത് ഈ UDF എന്നുള്ള ഒരു പാർട്ടി ഇരുട്ടിനെ കൊണ്ടുവന്നു എന്ന് പറയുന്നത്. ഇപ്പോ ബിനോയ് വിശ്വം കഴിഞ്ഞ സർക്കാരിന്റെ, അതായത് 10 വർഷം കഴിഞ്ഞ സർക്കാരിന്റെ ഒരു ഭാഗമായിരുന്നല്ലോ. അല്ലെങ്കിൽ ബിനോയ് വിശ്വത്തിന്റെ പാർട്ടിയിലുണ്ടായിരുന്ന കുറെ മന്ത്രിമാർ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോഴെല്ലാം നടന്ന കാര്യങ്ങളിലൊന്നും ഇദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള മിണ്ടാട്ടമൊന്നുമില്ല. ഇത്രക്കേറെ ആഞ്ഞടിച്ചിട്ടില്ല ബിനോയ് വിശ്വം സഖാവ്. കഴിഞ്ഞ തവണത്തെ ഒരുപാട് കോൺട്രവേഴ്സികളായ PMC ആയാലും, അല്ലെങ്കിൽ അധികൃത നിയമനങ്ങളോ, അല്ലെങ്കിൽ ആ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു വിഷയത്തിനും ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രസ്താവനകളോ അല്ലെങ്കിൽ നിലപാടുകളോ എടുക്കാത്ത ഒരു നേതാവായിരുന്നു ഇതുവരെ ബിനോയ് വിശ്വം. അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് അദ്ദേഹം തന്നെ തുടരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ പറഞ്ഞു വന്നതൊന്നുമല്ല. ഇപ്പോ കഴിഞ്ഞ മന്ത്രിസഭയിലെ വൈദ്യുതി മന്ത്രിയായിരുന്ന K കൃഷ്ണൻകുട്ടി അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുള്ള ഒരു കാര്യമാണ്. അതായത് കേരളത്തിൽ അപ്രഖ്യാപിത പവർ കട്ട്, അതായത് വൈദ്യുതി മോഷണം എന്ന് തന്നെ പറയാതെ, അതായത് സാധാരണക്കാരൻ ജനങ്ങളിൽ നിന്ന് വിലപ്പെട്ട മണിക്കൂറുകളിൽ നിന്ന് ഓരോ 5-10 മിനിറ്റുകൾ വീതം ഇടപെട്ടുള്ള ആ ഒരു പവർ കട്ട്, ആ പവർ കട്ട് ഏർപ്പെടുത്തിയിരുന്നു. അതായത് അപ്രഖ്യാപിത പവർ കട്ട് അത് സംഘടിപ്പിച്ച, അല്ലെങ്കിൽ അത് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വൈദ്യുതി മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊന്നും ഈ ഒരു ബിനോയ് വിശ്വം എന്തേ മിണ്ടാത്തത്? ആ സമയത്ത് ഇദ്ദേഹം എന്താ ഉറക്കമായിരുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുപോട്ടെ, ആ ഒരു പവർ കട്ടിന്റെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ അത് വെറുതെ ടാലി ആകും, അല്ലെങ്കിൽ അത് വെറുതെ സമയം കളയാന്നല്ലാതെ അതിൽ വേറെ കാര്യമൊന്നും. അദ്ദേഹത്തോട് വാലിഡ് ആയിട്ടുള്ള 1-2 ചോദ്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ മുടക്കന്യായം പറഞ്ഞ്, അല്ലെങ്കിൽ മുട്ടുന്യായം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയം തെറിപ്പിക്കുക എന്നുള്ള ഒരു നിലപാടേ ഉള്ളൂ അദ്ദേഹത്തിന്. ഇപ്പോഴാണെങ്കിൽ വേറൊരു കാര്യവും പറഞ്ഞ് UDF സർക്കാരിനെ കുറ്റം പറയാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കും ഇപ്പൊ കറണ്ടിന്റെ കാര്യം പറഞ്ഞു വരുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് CPI CPM-ല് പ്രശ്നങ്ങളാണ് ഉപനേതൃസ്ഥാനത്തിനെ ചൊല്ലി. ഉപപ്രതിപക്ഷ സ്ഥാനം നൽകുന്നില്ല. അപ്പം അതിന്റെ ഒരു ഇത് കാണിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഭരണപക്ഷത്തെ കുറ്റം പറയാം, അല്ലെങ്കിൽ തങ്ങൾക്കുള്ള വില പോകുമെന്ന് വിചാരിച്ചായിരിക്കും ഇപ്പോൾ ഈ പ്രസ്താവനയായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് തന്നെ. അബ്സല്യൂട്ട്ലി, അതത്രേ ഉള്ളൂ. അല്ലാതെ കുറെ കാലം CPM-നെ കുറ്റം പറഞ്ഞാലേ ഇനി അങ്ങോട്ട് UDF-നെ കുറ്റം പറയാന്നുള്ള ഒരു അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അദ്ദേഹത്തിന്. അല്ലെങ്കിൽ എപ്പോഴും ഈ ഒരു CPM-നെ കുറ്റം പറഞ്ഞ ഒരു ത്രില്ലില്ല എന്നുള്ള ഒരു നിലപാടാണ് ബിനോയ് വിശ്വത്തിനെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ ഇപ്പോ CPM പറയുന്ന വഴിയെ നടക്കാൻ, അല്ലെങ്കിൽ CPM-ന്റെ നിലപാടുകൾക്ക് മുന്നിൽ സ്വന്തം നിലപാട് വെച്ച് പണയം വെക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറിയാണ് CPIക്ക് ഉള്ളതെന്നുള്ളത് ഏറ്റവും വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ അവർക്ക് മാന്യമായി ചോദിക്കാണ്ട് ഒരു സ്ഥാനമായിരുന്നു ഈ പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനം. ഇതിന്റെ ഈ ഒരു സ്ഥാനത്തിന്റെ കാര്യത്തിൽ CPM പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കീഴ്വഴക്കമാണ്. കീഴ്വഴക്കം ഒരുപാട് വർഷങ്ങളായി LDF-ല് CPM എപ്പോഴെല്ലാം ഈ ഒരു പ്രതിപക്ഷത്തെ ഇരുന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ CPM തന്നെയാണ് ഈ ഒരു ഉപനേതൃസ്ഥാനം, ഉപപ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം കൈയാളിക്കൊണ്ടിരുന്നത്. അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വിട്ടു നൽകാൻ താല്പര്യമില്ല, CPIക്ക് ഒട്ടും നൽകില്ല. ഇനിയിപ്പോ ഇൻ കേസ് കേരള കോൺഗ്രസ് M ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരള കോൺഗ്രസ് M-ന് അവർ കൊടുത്തേനെ. ഇപ്പൊ അവർ മരുന്നിന് പോലും നിയമസഭയിലില്ല. അപ്പൊ അതുകൊണ്ട് തൽക്കാലം CPI ആണ് പിന്നെ രണ്ടാമത്തെ വലിയ കക്ഷി. അപ്പോൾ അവർക്ക് കൊടുത്താൽ ഒരുപക്ഷെ ഇവരുടെ കീഴ്വഴക്കങ്ങളെല്ലാം തെറ്റിയാലോ.
പക്ഷേ ഈ കീഴ്വഴക്കങ്ങൾ തെറ്റിക്കുന്ന ഒരു കാര്യം ഇവർ ഈ ഇടയ്ക്ക് ചെയ്തിരുന്നു. അതായത് ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ രക്തസാക്ഷികൾ ഉറങ്ങുന്ന മണ്ണിൽ അവിടെ VS അച്യുതാനന്ദൻ ഒരു സ്മാരകം വരണമെന്ന് ആലപ്പുഴയിലെ CPM-മാർ ആവശ്യപ്പെടുന്നു. ഒരുപക്ഷെ VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് സമകാലികനായോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തലമുറയ്ക്ക് മുമ്പോ ഉള്ള നേതാക്കൾക്ക് ഇതുപോലൊരു സ്മാരകം വേണമെന്നുള്ള ആവശ്യം വന്നാൽ അതിനെ പിന്തുണയ്ക്കുന്ന ആകുമായിരുന്നില്ല VS. ആ ഒരു VS-ന്റെ പേര് പറഞ്ഞാണ് CPM ആ ഒരു വലിയ ചുടുകാടിന്റെ ആ ഒരു അവകാശം കൈയാളാൻ പറ്റുന്നത്. അപ്പോ CPIക്ക് നേരെ എന്താ പറയാ, അവർ ആവശ്യമായിരുന്നു അവിടെ പാർട്ടി ശുഭങ്ങളോ സ്മാരകങ്ങളോ അങ്ങനെ കാര്യമായിട്ടൊന്നും നിർമ്മിക്കാൻ പാടില്ല, അല്ലെങ്കിൽ വ്യക്തികളുടെ സ്മാരകം അവിടെ പണിയരുത് എന്ന് താക്കീതുമായി അല്ലെങ്കിൽ മുന്നറിയിപ്പുമായി CPI വരുന്നു. CPIക്ക് പുല്ല് വിലയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു എതിർപ്പിനെ അവർ കാറ്റിൽ പറത്തുന്നു. അവസാനം ഒരു ചർച്ചയിലൂടെ അല്ലെങ്കിൽ തുടർച്ചയായ ചർച്ചകളിലൂടെ സംസാരിച്ച് CPIയിലെ ഒരു നേതാവിനും കൂടാതെ VS അച്യുതാനന്ദനും അവിടെ സ്മാരകം ഒരുക്കുകയാണ്. അപ്പോഴും CPM-ന്റെ വഴിക്കാണ് ഈ CPI വരുന്നത്. അവിടത്തെ അതായത് വലിയ ചുടുകാടിലെ ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള സ്മാരകം ഉയരരുത് എന്നുള്ള ആ ഒരു കീഴ്വഴക്കം അത് ഇവിടെ ലംഘിക്കുന്നു. ആര്? CPM തന്നെ ലംഘിക്കുന്നു. ഇപ്പുറത്ത് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിന്റെ ഒരു കാര്യം വരുമ്പോൾ കീഴ്വഴക്കമാണ് ഈ ഒരു സ്ഥാനം നൽകാൻ തരാത്തതിന് തടസ്സമായി നിൽക്കുന്നതെന്ന് പറയുന്നു. ഈ ഒരു കീഴ്വഴക്കം മാറ്റി CPIക്ക് ഈ ഒരു പദവി കൊടുത്താൽ ഇപ്പൊ എന്താണ് പ്രശ്നം? അവർക്ക് കൊടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞു വരുന്ന സോക്കോൾഡ് കീഴ്വഴക്കങ്ങളോ അല്ലെങ്കിൽ പിന്തുടർന്നു വന്ന കാലഘട്ടത്തിന്റെ ആവശ്യകതയെന്നോ എല്ലാം പറഞ്ഞ് ഇവർ ഈ ഒരു സ്ഥാനം നിഷേധിക്കുന്നത് തന്നെ. കഴിഞ്ഞ ദിവസം TP രാമകൃഷ്ണനും അല്ലെങ്കിൽ ബിനോയ് വിശ്വവുമായി ഇതുപോലെ ഇതിന്മേലൊരു ചർച്ച നടന്നെങ്കിലും പൂർണ്ണമായി അല്ലെങ്കിൽ അടിവരയിട്ട് തന്നെ TP രാമകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഉപനേതൃസ്ഥാനം കണ്ട് നിങ്ങൾ പനിക്കേണ്ട, നിങ്ങൾക്ക് ഈ ഒരു പദവി ലഭിക്കില്ല എന്ന് തന്നെ. അപ്പോൾ അവിടെ തന്നെ ഒരു നിലപാട് വന്നു. ഇപ്പോൾ രണ്ട് കാര്യത്തിന്റെ പേരിൽ ഈ ഒരു കീഴ്വഴക്കം CPM തന്നെ തെറ്റിച്ചിരിക്കുകയാണ്. ഇതെല്ലാം നോക്കിക്കൊണ്ട് ഗാലറിയിൽ വെറുതെ കളി നോക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കാണികളുടെ ഒരു മനോവ്യാപാരത്തിലേക്ക് ഇടിഞ്ഞുപോയി ഈ CPIയിലെ മറ്റു സഹാക്കൾ. ആ ഒരു സഹാക്കളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ കാലാകാലങ്ങളായി ഈ ഒരു പാർട്ടിയിൽ പിന്തുടർന്നു പോരുന്ന അടിയുറച്ച സഹാക്കളുണ്ടല്ലോ, അവരുടെ എല്ലാം ഉള്ള ഒരു എന്താ പറയാ, അവരുടെ ആത്മാഭിമാനത്തെയാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിശ്വസിച്ച പാർട്ടിയുടെ ആ ഒരു പാർട്ടിയോടുള്ള ഒരു ബഹുമാനമാണ് അവിടെ ഈ ഒരു CPM ഇല്ലാതാക്കിയത്. ഇതിനെ ഒന്നും ചോദ്യം ചെയ്യാൻ ബിനോയ് വിശ്വത്തിന് നാവും പോകുന്നില്ല, തലയും പോകുന്നില്ല, അല്ലെങ്കിൽ അതിനോടൊട്ട് താല്പര്യമില്ല. ആകെ ഇദ്ദേഹത്തിന്റെ കൺസേൺ എന്താ, ഈ CPI ചവിട്ടി പുറത്താക്കരുതെന്ന് മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിന്റെ കൺസേൺ. പിന്നെ ഈ ഒരു CPI ഒറ്റകക്ഷിയായിട്ട് തുടരേണ്ടി വന്നാൽ ഈ അണികൾക്ക് തീരുമാനം എടുക്കുകയാണ്, ഇതുപോലൊരു സെക്രട്ടറിയെ നമുക്ക് വേണ്ട, സെക്രട്ടറി മാറണം, പാർട്ടി നേതൃത്വം മാറണം. അങ്ങനെ ബിനോയ് വിശ്വത്തിന്റെ സ്ഥാനം നേരെ പുറത്തായിരിക്കും. അപ്പോ അതിന്റെ ഭയം ഉള്ളിലുണ്ട്. അപ്പൊ പിന്നെ എന്താ, സേഫ് സോണിൽ ഇരുന്ന് ചെയ്യാവുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സർക്കാരിനെ കുറ്റം പറയുക, അല്ലെങ്കിൽ ഇതുപോലെ ഇവിടെ ഞങ്ങൾക്ക് കറണ്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ചെയ്ത വിഴിഞ്ഞം കരാറിന്റെ എല്ലാ കാര്യങ്ങളിലെല്ലാം തെറ്റും അല്ലെങ്കിൽ അതിനെക്കുറിച്ചെല്ലാം കുറ്റം പറയുക എന്നുള്ളതാണ്. അതില് ഇപ്പോ LDF-കാർക്കോ അല്ലെങ്കിൽ CPM-മാർക്കോ പ്രത്യേകിച്ച് ഉപദ്രവമൊന്നുമില്ലല്ലോ. അവിടെ തന്നെ ഇപ്പൊ ബിനോയ് വിശ്വം പറയുകയാണ്, ഇതാ UDF-കാർ വന്നത് ഇരുണ്ട കാലഘട്ടം വരുന്നു, ഇതാണെന്നൊക്കെ പറയുമ്പോൾ ബിനോയ് വിശ്വത്തിന് വേണ്ടി കൈയടിക്കുന്നവരല്ലോ ഒരു വിഭാഗം CPM-കാരും ഉണ്ടായിരുന്നത്. കാരണം ഈ CPM-ന് എന്തായാലും ഈ ഒരു പ്രസ്താവനയിലൂടെ ഉപദ്രവമൊന്നും ഉണ്ടാകുന്നില്ലോ, നേരെ UDF-ന്റെ വെക്കിട്ടല്ലേ കയറുന്നത്. പിന്നീട് ബിനോയ് വിശ്വം പറഞ്ഞൊരു കാര്യമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഭിന്നിപ്പല്ല മറിച്ച് ഐക്യമാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു പ്രസ്താവന നടത്തി. ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം നമ്മൾ കണ്ട എവിടെ ഒരു ഐക്യം നമ്മൾ കാണാൻ സാധിച്ചില്ല. കാരണം CPIക്കുള്ളിൽ തന്നെ പരസ്പരം ഭിന്നത, CPIM-നുള്ളിൽ തന്നെ CPI-യും CPIM-ഉം തമ്മിൽ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുക അല്ലെ കുറ്റപ്പെടുത്തുക മാത്രമാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ഇടയ്ക്കൂടാണ് ഇപ്പം UDF-ന്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ആദ്യം സ്വന്തം സ്ഥലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിലെ കാര്യങ്ങൾ നന്നാക്കിയിട്ടല്ലേ മറ്റു പാർട്ടിയെ കുറ്റം പറയാൻ ഇറങ്ങാൻ പറ്റൂ? അതെ, അതിലൊരു ത്രില്ലില്ല. അതായത് സ്വന്തം കണ്ണിലെ കരട് എടുത്താൽ അത് ശരിയാവില്ലോ, മറ്റുള്ളവന്റെ കാര്യത്തിലൊന്ന് ഇടക്ക് കയറി ഒന്ന് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കിയാലല്ലേ അതിലൊരു ഗുമ്മുള്ളൂ, അല്ല അതിലല്ലേ ഒരു വെറൈറ്റി ഉള്ളൂ. സാധാരണ സ്വന്തം കാര്യം നോക്കിയിട്ടാണ് മറ്റുള്ളവരുടെ കാര്യം നോക്കുക. ഇത് പക്ഷെ അതല്ല, അത് നേരെ സഹാക്കന്മാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്.
എന്താ പറയാം, ഈ ഒരു അവസ്ഥയിൽ ഇദ്ദേഹത്തിന് ഈ ഒരു LDF എന്ന മുന്നണിയിൽ CPIക്കുള്ള സ്ഥാനം വളരെ ഇടിഞ്ഞിടിഞ്ഞ് ഇപ്പൊ നിലംപരിശായിരിക്കുന്ന അവസ്ഥയാണ്. ഇനിയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ച്, അതായത് CPIയുടെ ഒരു വില കളയാതെ ഒരു എന്താ പറയാ രാഷ്ട്രീയ മര്യാദയോടെയുള്ള ഇടപെടലുകൾ ബിനോയ് നടത്തിയാൽ CPIക്ക് മുമ്പുണ്ടായിരുന്ന ജനകീയത, അല്ലെങ്കിൽ ഇപ്പോഴും കുറച്ചു പേർക്കെങ്കിലും ഉള്ള ജനകീയത, അത് എല്ലാ കാലത്തേക്കും ഉണ്ടാവും. അതെന്നും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മായാതെ അവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ടല്ലോ, അവരിലേക്ക് ഈ ഒരു CPI എന്നും വളർന്നുകൊണ്ടിരിക്കും. അല്ലാതെ ഈ വില കുറഞ്ഞ നിലവാരമില്ലാത്ത ഡയലോഗുകളും ഈ സ്റ്റാറ്റസ് ആക്കാവുന്ന രീതിയിലുള്ള ഈ ഡയലോഗുകളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. സ്വന്തം കാര്യം ശ്രദ്ധിച്ച് പാർട്ടിയെ എത്ര രീതിയിൽ പിടിച്ചു നിർത്താമോ അത്ര രീതിയിൽ പിടിച്ചു നിർത്തണമെന്നാണ് പറയാനുള്ളത്.